ഒത്തിരി നാളുകൊണ്ട് നീ കൊതിച്ചിട്ടും നിന്റെ സ്പിരിച്വൽ ഗ്രോത്തിനെ തകർത്ത ആ കറുത്ത കരിമുള്ളുകളെ, മുള്ളു ശാപത്തിന്റെ സന്തതിയാ. ഇന്ന് ആ ശാപത്തിന്റെ സന്തതിയെ അമ്മ മുറിച്ചു ഒന്ന് കൊരിന്ത്യർ 3-ാം-അധ്യായത്തിന്റെ 6 ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. പൗലോസ്ലീഗ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയായിരുന്നു കൊരിന്ത്യ സഭ. പൗലോസിന്റെ കയ്യാൽ ഉരുവായ സഭ വളർന്നു പന്തലിക്കേണ്ട സമയത്ത് സഭയ്ക്കകത്ത് ഭിന്നാഭിപ്രായങ്ങൾ കേട്ടു. ഈർഷ്യയും പിണക്കവുമുള്ളവർ സഭയ്ക്കകത്തുണ്ടായി. പൗലോസിൻ്റെ പക്ഷവും അപ്പല്ലോസിൻ്റെ പക്ഷവും എന്നൊക്കെ പറഞ്ഞ് പക്ഷപ്പെടുത്തമൊക്കെ ഉണ്ടായപ്പം പൗലോസ് പറയുകയാണ്, സ്തോത്രം, നിങ്ങളാരുടെയും പക്ഷം പിടിക്കേണ്ട, സ്തോത്രം, സഭയ്ക്കകത്ത് നിന്നെ നടാൻ ദൈവം എനിക്ക് കൃപ തന്നു, എന്നാൽ നിങ്ങളെ നനയ്ക്കാൻ അപ്പല്ലോസിന് കൃപ തന്നു, എന്നാൽ നിങ്ങളെ വളർത്തിയത് സർവശക്തനായ ദൈവമാണ്. നോക്കിക്കേ, ഒരു കൃഷിക്കാരൻ തോട്ടത്തിൽ ഒരു കൃഷി നട്ടുണ്ടാക്കിയാൽ, ശ്രദ്ധിച്ച് കേൾക്കണം, ആ കൃഷിക്കാരൻ നടുന്നതിന് മുമ്പിലെ ഉദ്ദേശം എന്താണെന്നറിയാമോ? അതിൽ നിന്നൊരു റിസൾട്ട് പുറത്തു വരണം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ദൂത്, ദൈവം നിന്നെ നട്ടത് വലിയ പ്രതീക്ഷയോടാണ്. പ്രതീക്ഷയ്ക്കൊത്ത് വളരാനും പ്രതീക്ഷയ്ക്കൊത്തിട്ട് ഉയരാനും കഴിയാത്ത അനുഭവങ്ങൾ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ ഇന്നതിനെ അതിജീവിക്കുന്ന ഒരു ദൈവകൃപ ഇതിനകത്ത് വ്യാപരിക്കണം. സ്തോത്രം. സഭയാം തോട്ടത്തിനകത്ത് നിന്നെ കൊണ്ടു നടാൻ ദൈവത്തിന് പ്രസാദമായി. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ ദൂതിലോട്ട് വരിക. ഒരു സ്ത്രീ ഗർഭസ്ഥയായി 9 മാസവും കുറച്ച് ദിവസം കൂടെ ആ കുഞ്ഞിനെ ഉദരത്തിൽ ആ അമ്മ വഹിക്കുകയാണ്. കുറച്ച് ദിവസം കഴിയുമ്പം ആ അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന ഉടനെ, സ്തോത്രം, അമ്മയെ കുഞ്ഞ് കരയണം എന്ന നിർബന്ധമാണ്. സാധാരണ കുഞ്ഞുങ്ങൾ കരഞ്ഞില്ലെങ്കിൽ ഡോക്ടർമാർ ഒരു അടി കൊടുക്കും, അല്ലേ ഒന്ന് നുള്ളുമ്പോൾ ഈ കൊച്ചെന്തോ ചെയ്യും? കരയും. അങ്ങനെയൊക്കെ ഇല്ലയോ? തെറ്റിയോ? ദൈവത്തിന് ശ്രദ്ധിക്കണം. കരഞ്ഞു കഴിഞ്ഞാൽ എന്നും ഈ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കണോ? വേണ്ട. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കുഞ്ഞ് കൈയും കാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട്, ഇല്ലെങ്കിൽ അപ്പനെ വിട്, അമ്മയുടെ കാര്യം പറയാം, നല്ലതായിട്ട് എണ്ണ തേച്ചിട്ട് കാലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്തിട്ടില്ലയോ? കൈയൊക്കെ ഇങ്ങനെ 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 ഇല്ലയോ? ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇങ്ങോട്ട് നോക്കിയേ, സ്തോത്രം. അങ്ങനെ ഇരുന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ സ്ഥിതിയൊക്കെ മാറും. പിന്നെന്തോ ചെയ്യുന്നറിയാമോ? സ്തോത്രം, ആ കൊച്ചിങ്ങനെ തന്നെ കൈയും കാലും ഇട്ടടിക്കും. പിന്നെ ഇച്ചിരൂടെ കഴിയുമ്പം ദൈവത്തിന് സ്തോത്രം അങ്ങനെ കിടക്കുമല്ല, പിന്നെ കൊച്ചു കമന്ന് വീഴും. ശരിയല്ലയോ? കമന്ന് വീണ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പം കൊച്ച് ഇരിക്കുമ്പോൾ അമ്മ കൈയടിക്കും. അയ്യോ കുഞ്ഞിരുന്നേ ഭയങ്കര സന്തോഷമാണ്. 1 കോടി അടിച്ചതിനെക്കാട്ടി വലിയ സന്തോഷമാണ്. കാര്യം എന്താ? കുഞ്ഞെഴുന്നേറ്റിരുന്നു. ഇനി എന്നും ഈ കുഞ്ഞ് എഴുന്നേറ്റിരുന്നാൽ മതിയോ? അല്ല, പിന്നെ കുഞ്ഞ് മുട്ടയിൽ നീന്താൻ തുടങ്ങും. പിന്നെ കുഞ്ഞ് മുട്ടയിൽ ഓടാൻ തുടങ്ങും. സ്തോത്രം. അന്നേരം അമ്മ പറയും, ഇതുവരെ കുഴപ്പമില്ലായിരുന്നു, ഇപ്പം ഭയങ്കര ഓട്ടമാവൻ. പിന്നെ അവൻ ചെറിയ ടീപ്പോയെ പിടിച്ച് എഴുന്നേക്കുന്നുണ്ടേ ഒരു മുട്ടായി, കാഡ്ബറീസിൻ്റെ ഒരു മുട്ടായി കൊണ്ട് ചുണ്ടയിലോട്ട് തൂത്തിട്ട് ബാക്കി പിടിച്ചോണ്ട് അമ്മ ഇങ്ങോട്ട് മാറി നിൽക്കും. അന്നേരം അവൻ മുട്ടായിയുടെ ടേസ്റ്റ് ഓർത്ത് ഒരു കൈ പിടി അതെന്ന് വിട്ടിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കും. ഉടനെ അമ്മ കൈയടിക്കും, കുഞ്ഞൊരു സ്റ്റെപ്പ് എടുത്തു. അങ്ങനെയാ നിങ്ങളെയൊക്കെ ഇങ്ങനെ ആയത്. മനസ്സിലായോ? ഇതല്ലാതെ ജനിച്ചപ്പോഴേ 43-ാമത്തെ വയസ്സിൽ ആരും ഇവിടെ ജനിച്ചിട്ടില്ല. എല്ലാവരും ഞാൻ പറയുന്ന പോലെ ജനിച്ചേക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അങ്ങനെയായി കുഞ്ഞ് വളർന്നു. സ്തോത്രം. പിന്നെ ഓരോ പ്രായത്തിൽ ആദ്യമേ സെർലാക്ക് കൊടുക്കും, കുപ്പിപ്പാൽ കൊടുക്കും, അമ്മ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കും. സ്തോത്രം. പിന്നെ എന്നും പാലാന്നോ? 41 വയസ്സുകൊണ്ട് ഇപ്പോഴും പാലാ കുടിക്കുന്നത്. ആ അമ്മയ്ക്ക് സന്തോഷിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് വളരേണ്ട പോലെ വളർന്നാൽ മാത്രമേ പേരൻസിന് സന്തോഷിക്കാൻ പറ്റൂ. ഇതുപോലെ നീ ക്രിസ്തുവിൽ ജനിച്ചെങ്കിൽ, ജനിച്ചപ്പം മുതൽ ഇന്ന് വരെ ഇപ്പോഴും ഒരേ അവസ്ഥയാണെങ്കിൽ എൻ്റെ ദൈവം സന്തോഷിക്കത്തില്ല. മറിച്ച് നിനക്ക് വളർച്ച ഉണ്ടായാൽ, നീ ആത്മാവിൽ വളർന്നാൽ, നിൻ്റെ പക്വത വർദ്ധിച്ചാൽ, നിൻ്റെ സ്തോത്രം വർദ്ധിച്ചാൽ, നിൻ്റെ വളർച്ച ശരിയായാൽ, നിൻ്റെ യേശു നിന്നെ നോക്കി സന്തോഷിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. രക്ഷിക്കപ്പെടാൻ എളുപ്പമാണ്, സ്നാനപ്പെടാൻ അതിനെക്കാട്ടി എളുപ്പമാണ്, അഭിഷേകം പ്രാപിക്കാനും എളുപ്പമാണ്. സ്തോത്രം. പക്ഷേ ആത്മീകമായി വളരാൻ ഭയങ്കര പ്രയാസമാണ്. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, കഴിഞ്ഞ 5 വർഷം കൊണ്ട് എന്ത് വളർച്ച ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചേ.
ചിരിച്ചോണ്ട് ചോദിച്ചു, ഇപ്പോൾ എഴുന്നേറ്റൊന്നും പോകരുത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഒന്ന് ചോദിച്ചാൽ എന്ത് വളർച്ച ഉണ്ടായി? ദൈവത്തിന് സ്തോത്രം. ഈ പ്രശ്നം ഞാൻ നിങ്ങളോട് ഒരു 2 സന്ദേശം പറഞ്ഞിട്ട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഭാഗത്തോട്ട് വരാം. എപ്പോഴും ഓർക്കണം, നിൻ്റെ വളർച്ചയ്ക്കെതിരെയായി പോരാട്ടങ്ങൾ മുഴുവൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് സ്തോത്രം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിന്നെ വളരാൻ അനുവദിക്കാത്ത എന്ത് പ്രതിബന്ധവും ദൈവത്തിന് ഇന്ന് നിന്റെ ജീവിതത്തിൽ നിന്ന് മുറിച്ചു മാറ്റാനുണ്ട്. ഞാനൊരു ശബ്ദം കേട്ടോണ്ടാണ് ദൂതെടുക്കുന്നത്. നിന്റെ വളർച്ചയ്ക്കെതിരെ നിൽക്കുന്ന ഏതൊരു ശക്തിയാണെങ്കിലും ഇന്നതിനെ മുറിച്ചു മാറ്റണം. നമുക്ക് വളരെ പരിചിതമായ ഒരു ഭാഗത്തേക്ക് വരാം. ഞാൻ തുടക്കത്തിലേ പറയാം. പൗലോസ് പറയുകയാണ്, ഞാൻ നട്ടു എന്ന് പറഞ്ഞാൽ എന്നെ നടാൻ ദൈവം ഉപയോഗിച്ചെന്നേ ഉള്ളൂ. പൗലോസ് നട്ടോണ്ട് കൊരിന്തിലെ സഭ പൗലോസിൻ്റെ സഭയാണോ? അല്ല. അപ്പോസ്തല പ്രവൃത്തി സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ. അപ്പം സഭയ്ക്ക് വില കൊടുത്തത് ആരാ? ക്രിസ്തുവാ. അതിൻ്റെ വില ക്രിസ്തുവിൻ്റെ രക്തമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം നട്ടത് പൗലോസാ, പക്ഷെ വില കൊടുത്തത് ക്രിസ്തുവാ. യോഹന്നാൻ പറയുക, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവൻ 7 വിളക്ക് 7 സഭയാ. അങ്ങനെങ്കിൽ സഭയുടെ നടുനായകത്വം വഹിക്കുന്നവൻ ക്രിസ്തുവാ. ശൗല് മൃഗത്തിൻ്റെ പുറത്തുനിന്ന് താഴെ വീണപ്പോൾ ദൈവം ചോദിക്കാൻ, ശൗലേ ശൗലേ നീ എന്നെ. ശൗൽ യേശുവിനെ ഉപദ്രവിച്ചോ? ഇല്ല. നിന്നെ ഉപദ്രവിച്ചാൽ അത് യേശുവിനെ ഉപദ്രവിച്ചതായിട്ടാ ബൈബിൾ ഭാഷ. ഒരാമയും വരുന്നില്ല. സ്തോത്രം. നിന്നെ തൊടുന്ന പലരും തകർന്നു പോകാൻ നീ പ്രാർത്ഥിക്കണ്ട. നിന്നെ തൊടുന്നവൻ തന്നെ മുറിവേൽക്കും. അതാ വചനത്തിൻ്റെ വെളിപ്പാട്. ഞാൻ ദൂത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പം പൗലോസ് പറയാം, നട്ടത് ഞാനാ, നനച്ചത് അപ്പൊല്ലോസാ, പക്ഷെ നിന്നെ വളർത്തുന്നവൻ ദൈവമാ. ദൈവമെന്നോട് 2 ദൂത് പറഞ്ഞു, ഇത് വളർച്ചയുടെയും ഉയർച്ചയുടെയും ദിവസങ്ങളാണ്. അവിടോട്ട് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആത്മീകമായി വളരാൻ? നിങ്ങൾ എപ്പം ആത്മീകമായി വളരുന്നോ ബാക്കി എല്ലാ കാര്യവും അന്നേരം നിന്റെ പുറകെ വന്നോളൂ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ജോലിയില്ലാത്തവർ ജോലി കിട്ടാൻ പ്രാർത്ഥിക്കാതെ ആത്മീകമായി വളരാൻ പ്രാർത്ഥിച്ചാൽ ജോലി നിന്നെ തിരക്കി വരും. അബ്രഹാം ദൈവത്തിൻ്റെ കരുതൽ കണ്ടത് മോറിയാമലെ ചെന്നിട്ട്, അല്ലാതെ കരുതൽ കൊരിയറിലിങ്ങ് വിടാൻ പറഞ്ഞില്ല. മനസ്സിലായോ? മോറിയാമലയിൽ ആരാധന സ്ഥലത്ത് വെച്ചാണ് അവൻ ദൈവത്തിൻ്റെ കരുതൽ കണ്ടത്. അങ്ങനെയെങ്കിൽ ഞാനിന്ന് ദൈവത്തിൻ്റെ ദൂത് പറയാം, ദൈവത്തിൻ്റെ കരുതൽ കാണണമെങ്കിൽ ആരാധന സ്ഥലത്ത് വരണം. അപ്പം ശ്രദ്ധിക്കുക, എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നീ ഇങ്ങനെ ഇരിക്കേണ്ട വ്യക്തിയല്ല, വലിയൊരു ലെവലിൽ പോകേണ്ട ആളായിരുന്നു. പക്ഷേ പ്രശ്നം നിൻ്റെ വളർച്ചയെ എന്തോ ബാധിച്ചിട്ടുണ്ട്. ചിലരുടെ ലൈഫിലെ മുരടിപ്പുകൾ ഇന്ന് മാറും. ചിലരുടെ ലൈഫിലെ വാട്ടങ്ങൾ ഇന്ന് മാറും. ചിലരുടെ ലൈഫിലെ പരാജയങ്ങൾ ഇന്ന് മാറും. ഇന്ന് ദൂത് ആശീർവാദം പറയുന്നതിന് മുമ്പ് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ഇതുവരെ നടക്കാത്ത കാര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ യേശു ചെയ്യാൻ പോവുക. ആ സന്ദേശത്തിലേക്കാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. അല്പം ഗഹനമായ ദൂതിലോട്ട് നമുക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. ഈ കർത്താവായ യേശു ക്രിസ്തു ഉപമകൾ പറഞ്ഞ കൂട്ടത്തിൽ മത്തായി സുവിശേഷം 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഒരു ഉപമ കർത്താവ് പറഞ്ഞു. ആ ഉപമയുടെ ഒരു ഭാഗം മാത്രം നമുക്ക് വായിക്കാം. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള് മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മതി. ഇവിടെ ഒരു പ്രത്യേക അനുഭവം കർത്താവ് ഉപമകൾക്കകത്തുനിന്ന് പറഞ്ഞതിനെ ഞാൻ ഇന്നത്തെ ധ്യാനത്തിന് അടർത്തിയെടുക്കുക. ഒരു മനുഷ്യൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലത് സ്തോത്രം വഴിയരികിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. നല്ല നിലത്ത് വീണതിന് 100 മടങ്ങ് റിസൾട്ട് കിട്ടി. എന്നാൽ ഇവിടെ മുള്ളിനിടയിൽ വീണു എന്ന പദം കൊണ്ടുവരാൻ പോകുന്നു. മുള്ളിനിടയിൽ വീണ വിത്ത്
കിളിർത്തു. പക്ഷേ വിത്ത് തഴച്ചു പൊങ്ങുന്നതിനേക്കാൾ മുകളിൽ മുള്ള് കയറി ഈ വിത്തിന് പൊങ്ങാൻ വയ്യാത്ത പോലെ ഇങ്ങനെ ദൈവത്തിന് സ്തോത്രം വലിയ വലയം സൃഷ്ടിച്ചു. അപ്പം തന്നെ വിത്ത് അവിടെ ഉണ്ട്. പക്ഷെ വിത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കിളിർത്തു പൊങ്ങാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം പറയാം. അതിൻ്റെ മുകളിൽ മുള്ള് സ്തോത്രം ഇങ്ങനെ കയറി പന്തൽ വിരിച്ചേക്കുക. ഈ വീണ വിത്ത് എവിടെങ്കിലും ഒരു ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനകത്തൂടെ വെളി വരാൻ കൊതിക്കുക. പക്ഷെ ഒരു സ്ഥലം പോലും ഇല്ലാതെ നന്നായിട്ട് വരിഞ്ഞ് മുറുക്കി മുള്ള് കയറി നിൽക്കുക. ഇതാണ് കർത്താവ് പറഞ്ഞ ഒരു ഉപമ. ഇനി എന്താണ് ആ വരിഞ്ഞ് മുറുക്കിയ മുള്ള്? ഇത് ഞാൻ ഒന്നുകൂടെ പറയാം. ഇന്നത്തെ ശുശ്രൂഷയിൽ നടക്കുന്നൊരു കാര്യം, നിന്റെ വളർച്ചയ്ക്ക് മുകളിൽ പന്തൽ കെട്ടിയ ചില മുള്ളിനെ തമ്പുരാൻ മുറിച്ചു മാറ്റുമെന്ന്. ആ മുള്ള് എന്താന്ന് പറയുമ്പോഴാണ് ഇന്നിവിടെ ദൂത് വരാൻ പോകുന്നു. സ്തോത്രം. ഒത്തിരി നാളുകൊണ്ട് നീ കൊതിച്ചിട്ടും നിന്റെ സ്പിരിച്വൽ ഗ്രോത്തിനെ തകർത്ത ആ കറുത്ത കരിമുള്ളുകളെ, മുള്ളു ശാപത്തിന്റെ സന്തതിയാ. ഇന്ന് ആ ശാപത്തിന്റെ സന്തതിയെ മുറിച്ചു സ്തോത്രം, സ്തോത്രം. എനിക്ക് തരുന്നൊരു ബോധ്യം പറയാം. നീ ഇങ്ങനെ ഇരുന്നാൽ പോരാ, നീ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ, ഇങ്ങനെ ഭൗതികമായിട്ട് ഉയർന്നാൽ പോരാ, ഇങ്ങനെ പ്രവചിച്ചാൽ പോരാ. അതിനപ്പുറത്തൊന്നുണ്ട്. പക്ഷെ നിന്നെ മുകളിലോട്ട് പോകാൻ അനുവദിക്കാതെ മുള്ളുകൊണ്ടൊരു പന്തൽ കെട്ടിയിരിക്കുക. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഇന്ന് ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സമൃദ്ധിക്കുമെതിരെ പന്തൽ കെട്ടി നിർത്തിയിരിക്കുന്ന ആ മുള്ളിനെ എൻ്റെ ദൈവം മുറിച്ചു മാറ്റും. സ്തോത്രം. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മുള്ള് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഒരു വചനം നമുക്ക് വായിക്കുമ്പം ആ മുള്ള് മനസ്സിലാകും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, ഭയങ്കര ഇന്നർ ഹീലിംഗ് നടക്കും, ആന്തരിക സൗഖ്യങ്ങൾ നടക്കും. അതെന്താണെന്ന് ഞാൻ വെളിപ്പെടുത്താൻ പോവുക. 3 സുവിശേഷങ്ങൾക്കകത്തും അതിൻ്റെ വ്യാഖ്യാനമുണ്ട്. എന്നാൽ ഞാനിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ വ്യാഖ്യാനമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ് ഈ മുള്ളിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനത്തിലെ ഒരു ഭാഗം. അത് വായിച്ചു കേൾക്കാം. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി. 3 കാര്യങ്ങളാണ് നമ്മളെ ഞെരുക്കുന്ന മുള്ള്. ഒന്നാമത്തെ മുള്ള് ചിന്തകളാ. എന്താണ് ചിന്തകൾ? ഒന്ന് പറഞ്ഞ എന്തുവാ ചിന്ത? ചിലർ പറയും, ബ്രദറെ എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ ചില ദുർചിന്തകൾ എന്നെ വല്ലാതെ കയറി എൻ്റെ സ്പിരിച്വൽ ഗ്രോത്തിനെ തകർത്തുകൊണ്ടിരിക്കുക. ഞാനൊരു വെളിപ്പാട് നിങ്ങളോട് പറയാം. ഈ ജനറേഷന് വേണ്ടി ഏറ്റവും കൂടുതൽ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. അവരുടെ ചിന്താമണ്ഡലങ്ങളിൽ വേണം വിടുതലുകൾ വ്യാപരിക്കാൻ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ചിലരുടെ ചിന്ത, ഞാൻ ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ, ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിക്കത്തേ ഉള്ളൂ, ഇങ്ങനെ ഞാൻ ജീവിച്ച് മരിക്കത്തേ ഉള്ളൂ. കാരണം എന്താ? നിനക്ക് കറക്റ്റായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. ധന്യനായ പൗലോസ് പറയുകയാണ്, രക്ഷിക്കപ്പെട്ടവന്റെ ചിന്ത ഉയരവുമായിട്ട് കണക്ട് ചെയ്യണം. പൗലോസ് പറയാ, ഭൂമിയിലുള്ളതല്ല. ബാക്കി പറ, വചനം അറിയാവുന്നവർ പറ, വാ തുറന്നു പറ. എന്തോ ചിന്തിക്കണം? ഉയരത്തിലുള്ളത് ചിന്തിക്കണം. എന്നോട് ദൈവാത്മാവ് പറയുക, ചിലരുടെ ചിന്താമണ്ഡലത്തിൽ പിശാച് കയറി ഈ കരിമുള്ളിനെ വിതച്ചേക്കുക. അത് നിന്റെ സ്പിരിച്വൽ ഗ്രോത്തിനെ തകർത്തിട്ടേക്കുക. എനിക്ക് ദൈവാത്മാവ് ഉറപ്പ് തരുന്നു, ഇന്ന് ആരാധന ആശീർവാദം പറയും മുമ്പ് നിന്റെ ചിന്താമണ്ഡലങ്ങൾക്കകത്ത് ഒരഭിഷേകം ഇറങ്ങാൻ പോവുക. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിന്റെ അകത്തെ റിസൾട്ടിനെ ബന്ധിച്ചേക്കുന്ന, നിന്റെ അകത്തെ വിജയത്തെ ബന്ധിച്ചേക്കുന്ന ആ കറുത്ത മുള്ളുകളെ എൻ്റെ സ്വർഗത്തിലെ ദൈവം പറയുക, ആ ചിന്താ മേഖലകളെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് ദൈവാത്മാവ് പറയും, ഇന്ന് ചിന്താമണ്ഡലത്തിൽ വിടുതൽ നടന്നാൽ നിന്റെ കുഞ്ഞ് വിടുവിക്കപ്പെടും.
നിന്റെ രോഗത്തിൽ നിന്ന് നീ വിടുവിക്കപ്പെടും. നിന്റെ ശാപത്തിൽ നിന്ന് നീ വിടുവിക്കപ്പെടും. ദൈവവചനത്തിൽ വരുമ്പോൾ പ്രത്യേകത പറയാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആമേൻ സ്തോത്രം, ഇസ്രായേൽ മക്കൾക്ക് ദൈവം പ്രമാണം കൊടുക്കുമ്പം മോശ പറഞ്ഞൊരു കാര്യമുണ്ട്. മോശ പറയുന്ന കാര്യം പറയാം. ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന വചനം നിന്റെ ഹൃദയത്തിലിരിക്കണം. രണ്ടാമത്തെ ആ വാക്യം ഒന്ന് എടുക്കാമോ? ആമേ, ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന വചനം. ആമേ, ആവർത്തന പുസ്തകം 6-ാം അധ്യായമോ 8-ാം അധ്യായത്തിലോ ആമേ, ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന വചനം എവിടെ ഇരിക്കണം? നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ 6-ാം അധ്യായം എത്രാം വാക്യം? 6-ാം വാക്യം കേട്ടെ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. വചനം ദൈവമക്കളുടെ എവിടെ ഇരിക്കണം? ഹൃദയത്തിൽ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് വെച്ചോ, വചന ഹൃദയത്തിൽ ഇരിക്കണമെന്ന് പറ. സ്തോത്രം. ആവശ്യമില്ലാത്തതിനെ ഒക്കെ ഇന്ന് ഹൃദയത്തിൽ നിന്ന് ഇറക്കി വിടണം. എന്തുവാ ചിലരുടെ ഹൃദയത്തിൽ ഒരിക്കൽ കുറച്ച് സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറയ്ക്ക് പോയി. അവര് പറയുന്നൊരു പറച്ചിലുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ആര് ഈ കല്ല് ഉരുട്ടി മാറ്റും. ഞാൻ ചോദിക്കുന്നേ, കല്ലറക്കലിരിക്കുന്ന കല്ല് ഇപ്പൊ ഇവരുടെ ഹൃദയത്തിലിരിക്കുക. ഞങ്ങൾക്ക് വേണ്ടി ആരിത്? എന്നോട് ദൈവം പറയാം, നിന്നെ അകാരണമായി ഭാരപ്പെടുത്തുന്ന ചില കല്ലുകളെ നിന്റെ അകത്തുനിന്ന് ഉരുട്ടിക്കളയാൻ എൻ്റെ ദൈവത്തിന് പ്ലാനുണ്ട്. ഒരു വിടുതൽ ഇവിടെ നടക്കുക. ഇന്ന് നടക്കുന്ന വിടുതൽ ഒരു ഇന്നർ ഹീലിംഗ് ആയിരിക്കും, ഒരു ആന്തരിക സൗഖ്യം. നിന്റെ ചിന്താമണ്ഡലത്തെ കൂട്ടിക്കെട്ടി ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ കഴിയാതെ, പാടാൻ കഴിയാതെ സ്തോത്രം സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഇന്ന് മനുഷ്യ മനസ്സുകളെ ഏറ്റവും കൂടുതൽ ബന്ധിക്കുന്ന ഒന്നാണ് നിരാശ. എന്തുവാ നിരാശ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയ ദൈവദാസന്റെ അടുക്ക പോയി. ആ പുള്ളിയോട് ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിക്കുക, പാസ്റ്റേ, ഒത്തിരി പാടിയിട്ടും ഒത്തിരി പ്രസംഗിച്ചിട്ടും ഒരു കാര്യവുമില്ല. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്നാ വർത്താനാ പറയുന്നത്? എനിക്ക് മനസ്സിലായി പുള്ളിയെ നിരാശ കയറി പിടിച്ചിട്ടുണ്ടെന്ന്. ഞാൻ നിങ്ങളോട് ദൂത് പറയാം, 7 കോടിയുടെ വീടില്ലെങ്കിലും നിന്റെ ഹൃദയത്തിനകത്ത് പ്രത്യാശയുടെ സമൃദ്ധി വാഴണം. ഒരാമയും വരുന്നില്ല. നിന്നെ പിടിച്ചു കെട്ടാൻ എതിരാളി ഉണ്ട്, നിന്നെ പിടിച്ചു കെട്ടാൻ ശത്രു ഉണ്ട്. അവര് നിന്നെ തൊടാതിരിക്കണമെങ്കിൽ നിന്റെ അകത്തെ പ്രത്യാശയുടെ സമൃദ്ധി നഷ്ടപ്പെടരുത്. സ്തോത്രം. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഞാൻ ഒരിക്കലും ഒരു വീട്ടിൽ കടന്നു ചെന്നപ്പം ആ വീട്ടിലുള്ളവർ എന്നോട് സംസാരിക്കുക. ആ വീട്ടിൽ 3 പെൺപിള്ളേരും ഒരു ആഞ്ചർക്കനോട് 4 പിള്ളേരാ. ശ്രദ്ധിക്കണം. അപ്പൻ എന്നോട് പറഞ്ഞു, മുണ്ടക്കയത്ത് ഞങ്ങൾക്ക് തോട്ടമുണ്ട്. ഞങ്ങൾ വീട് താമസിക്കുന്നിടത്ത് തോട്ടമുണ്ട്. 14 ഏക്കർ തോട്ടമുണ്ട് അവർക്ക്. മൂത്ത മോക്ക് ഭയങ്കര വിദ്യാഭ്യാസം, രണ്ടാമത്തെ മോള് ഡോക്ടറാ, മൂന്നാമത്തെ മോക്ക് വിദ്യാഭ്യാസം, ഇളയ മോന് നല്ല വിദ്യാഭ്യാസം. അവർക്ക് 4 പേർക്കും ജോലിയില്ല. ഇവരുടെ ഒറ്റ തോട്ടത്തിൽ നിന്നും ഒരു വെട്ടുകാരി പോലും റബ്ബർ വെട്ടാൻ കയറുകയില്ല. അവരെൻ്റെ അടുക്ക എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, എന്തിനാ ജീവിക്കുന്നേ? ആ തോട്ടത്തിലെങ്ങാണ് പോയി ആത്മഹത്യ ചെയ്താൽ കൊള്ളാമെന്നാ ചിന്തിക്കുന്നേ. ഞാൻ അവരോട് പറഞ്ഞു, പ്രശ്നം നിങ്ങളുടെ ചിന്താമണ്ഡലമാ പ്രശ്നം. ഞാൻ എന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ബ്രദറെ, ശരിയാകുമെന്ന് വിശ്വസിക്കുക, റെഡിയാകുമെന്ന് വിശ്വസിക്കുക. അവരെ പറഞ്ഞു ധൈര്യപ്പെടുത്താൻ തുടങ്ങി. സ്തോത്രം. ചുരുക്കി പറയാം, സ്തോത്രം. ഞാൻ പ്രയർ കഴിഞ്ഞ് പോന്നു. അവരോട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് വരണം. ഈ യോഗത്തിന് വരുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? വചനം കേൾക്കുമ്പം, ദൈവശബ്ദം കേൾക്കുമ്പം, ദൈവപ്രവൃത്തി കേൾക്കുമ്പം നിന്റെ നിരാശ മേഖല പൊട്ടും. മിണ്ടുന്നില്ല. ഈ അബ്രഹാമിന് ഇടയ്ക്ക് ഒരു കുഞ്ഞു നിരാശ വന്നു, പിള്ളാരില്ലല്ലോ എന്നുള്ള നിരാശ. ഉടനെ ഉൽപ്പത്തി 15 ദർശനത്തിൽ ദൈവം ഇറങ്ങി വെച്ച് പറഞ്ഞു, അബ്രഹാമേ ഇങ്ങോട്ട് വാ, ആകാശത്തിലെ നക്ഷത്രത്തെ എണ്ണാമെങ്കിൽ എണ്ണിക്കൂ, ഇതുപോലെ നിനക്ക് പിള്ളാരെ തരാം. കടൽക്കരയിലെ മണത്തരി പാരി കാണിച്ചു പറഞ്ഞു, ഇതുപോലെ നിനക്ക് പിള്ളാരെ തരാം. ഞാൻ ദൂത് പറയാൻ നിന്നോട്, ദർശനത്തിന്റെ പ്രത്യേകത കണ്ണിൽ പതിഞ്ഞാൽ പതിഞ്ഞതാ. സ്തോത്രം. നിരാശ നിന്നെ മൂടാൻ വരുമ്പോൾ ദൈവം ദർശനം തന്ന് നിനക്ക് പ്രത്യാശ തരുന്നവനാ. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്.
ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. നിന്നെ തകർക്കാൻ ചിലർ പദ്ധതി ഇടുമ്പം മനസ്സിനകത്ത് പറ, ആർക്കും തകർക്കാൻ വയ്യാത്ത പ്രത്യാശ എൻ്റെ അകത്ത് യേശു തന്നിട്ടുണ്ട്. ഞാൻ ആ വീട്ടില് അവര് കൂടെ കൂടെ യോഗത്തിന് വരാൻ തുടങ്ങി. സ്തോത്രം. ഒരു ദിവസം എൻ്റെ അടുക്കൽ യോഗത്തിന് വന്നപ്പോൾ കുറേ പൈസ കൊണ്ട് എന്നെ തന്നു. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സ്തോത്രം, മുണ്ടക്കയത്ത് വെട്ടാതെ കിടന്ന തോട്ടത്തിൽ വെട്ടു തുടങ്ങി, ആദ്യത്തെ ഫലം ദൈവത്തിന് കൊടുക്കുക. പിന്നെ പുള്ളി ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ ജനിച്ച പിന്നെ ആദ്യമായിട്ടാ ദൈവത്തിന് കൊടുക്കുന്നത്. അണ്ട മിണ്ടുന്നില്ല, ശ്രദ്ധിച്ചേ. സ്തോത്രം. പുള്ളിക്ക് അങ്ങോട്ട് വിടുതൽ വ്യാപരിക്കാൻ തുടങ്ങി. ചുരുക്കി ഞാൻ പറയാം, അന്നൊരു ഉപവാസ പ്രാർത്ഥന നടക്കുക. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സ്തോത്രം അദ്ദേഹം എന്നെ കാണാൻ വന്നു. സ്തോത്രം. കാണാൻ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു എന്തുവാ? പറയാറായില്ല എന്നാലും പറയാം. ഞാൻ പറഞ്ഞു എന്തുവാ? രണ്ടാമത്തെ മകൾക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഇന്ന് വരെ വന്നിട്ടില്ല, ആദ്യമായിട്ട് വരിക. മൂത്തവളെ നിർത്തിക്കൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ പിറ്റേ ആഴ്ച കുറിയുമായിട്ടാണ് എൻ്റെ അടുക്ക വന്നത്. പക്ഷേ രണ്ടാമത്തെ മോടെ കല്യാണമാണ്. അപ്പം ഞാൻ ചോദിച്ച മൂത്ത വരുന്നത് നടക്കട്ടെ. ചുരുക്കി അങ്ങ് പറയാം, 3 പെൺപിള്ളേരും അവരുടെ മകനും കല്യാണം കഴിച്ചു. ഈ മനുഷ്യൻ അത് കഴിഞ്ഞ് എന്നോട് വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സ്തോത്രം. ഞങ്ങൾ ഇന്നാളിൽ താമസിച്ച വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നു. വെട്ടാതെ കിടന്ന പ്രോപ്പർട്ടിക്കകത്തുനിന്ന് വരുമാനങ്ങൾ വരാൻ തുടങ്ങി. അന്ന് പറഞ്ഞ കാര്യമാണ്. സ്തോത്രം. ഇതെങ്ങനെ സംഭവിച്ചതെന്ന് അവരെന്നോട് ചോദിച്ചപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ മനസ്സിൻ്റെ നിരാശയെ തമ്പുരാൻ കീറിക്കളഞ്ഞു. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ നിരാശ ഇന്ന് മാറിയേ പറ്റൂ. നിന്റെ ചിന്താമണ്ഡലത്തിൽ ഒരു വിടുതൽ വ്യാപരിക്കണം യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാം, ഇന്ന് വലിയ വിടുതലുകൾ ഇവിടെ വ്യാപരിക്കാൻ പോവുക. വലിയ വിടുതലുകൾ വ്യാപരിക്കാൻ പോവുക. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? എനിക്കറിയാം കർത്താവ് ഇതിനകത്തൂടെ ഇറങ്ങി നടക്കുക. ഞാനിവിടെ ആത്മാവിൽ കാണുക. കറുത്ത ഷർട്ടിട്ട ബ്രദർ എഴുന്നേറ്റ് നിന്നേ. ഞാൻ മുമ്പേ പറഞ്ഞ ദൂത് വീണ്ടും പറയുക. കാട്ടുപള്ളി ഇങ്ങനെ കയറി, കരിമുള്ളി ഇങ്ങനെ കയറി വളരാൻ അനുവദിക്കാതെ പന്തലിട്ടേക്കുന്ന പോലെ നിന്റെ ജീവിതത്തിൽ ശത്രു പന്തലിട്ടിരിക്കുക. ഇന്ന് ദൈവം പറയുക, അത് കർത്താവ് മുറിച്ചു മാറ്റാൻ പോവാ. ബ്രദറെ, ഈ ഒരു മനുഷ്യൻ തകരുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്ത് തകർന്നാൽ പിന്നെ അവൻ കയറി വരത്തില്ല. പക്ഷെ നിന്റെ കേസിൽ നീ കയറി വരും. എത്രത്തോളം താഴ്ചയിൽ നീ പോയോ, ജീസസ് അങ്ങ് പുറകിൽ ജീസസ്. ഹല്ലേലൂയ. അങ്കിളെ തൊട്ടപ്പുറത്തിരിക്കുന്ന ബ്രദറിനെ ഒന്ന് തൊട്ടേര്. തൊട്ടോ അങ്കിളെ? തൊട്ടപ്പുറം. ഒന്ന് എഴുന്നേറ്റ് നിന്നു. യേശുവേ ഒരു കാര്യം പറയാൻ കർത്താവിനോട് പറയുന്നു. 1 മിനിറ്റ് അവിടെ നിൽക്കണേ, ആരും ഇരിക്കല്ലേ. നിന്നെ എഴുന്നേപ്പിച്ച് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണുകൾ നിന്റെ വീട് വരെ പോവാ. ഗ്ലോറി ടു ഗോഡ്. ആ വീടിനകത്ത് ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട്. ഇന്നും നീ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീടിനകത്ത് ഒരു ദൈവപ്രവൃത്തി ദൈവം അഴിച്ചുവിടാൻ പോവുക. അത് നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയാൻ എന്നോട് പറയുക. ഹംസസ് ബിഖോഡമന. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഹല്ലേലൂയ. ഈ നിൽക്കുന്നവരൊക്കെ അവിടെ നിന്നോട്ട്. എനിക്ക് കർത്താവ് ഒരു ബോധ്യം തരിക. നിന്റെ വളർച്ചയ്ക്ക് മുകളിൽ പടർന്നു കിടക്കുന്ന മുള്ളുകളെ ദൈവം ഇന്ന് ജീസസ് കട്ട് ചെയ്ത് മാറ്റുന്നതാണ് കാണിക്കുന്നത്. അതിനർത്ഥം ഈ അവസ്ഥയിൽ ഇനിയും നീ തുടരണ്ട. നിന്നെ വളർത്താൻ ദൈവത്തിന് പ്ലാനുണ്ട്. അടുത്ത നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ അല്പനേരം സ്തോത്രം ചെയ്തുകൊണ്ടിരുന്ന വലിയ വിടുതലുകൾ ഇന്ന് നടക്കും. ചില വീടിനകത്ത് ഭയങ്കര ദൈവപ്രവൃത്തി നടക്കുക. ചില തലമുറമേൽ ഭയങ്കര ദൈവപ്രവൃത്തി നടക്കുക. റബല ഘടപതിനി വികുടമന. ഇതിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി.
ജീസസ്, ഓ ജീസസ്. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. ഇന്ന് ചിലര് അസാധാരണമായ ദൈവശക്തിയാൽ നിറയും. പാസ്റ്ററെ, ആ അച്ഛൻ ഒരു പ്രെയർ ആവശ്യമുണ്ട്, അതിനാണ് അച്ഛനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയേക്കുന്നത്. അച്ഛൻ്റെ വീടിനകത്ത് ജീസസ് കർത്താവ് ചെല്ലുക. ജീസസ് 15 വർഷം ഗൾഫിൽ ജോലി ചെയ്ത മനുഷ്യനാണ്. പക്ഷെ ഇപ്പം ഒന്നുമില്ല. അതെ, 0ക്ക് താഴെ. അതെ. ഞാൻ എഴുന്നേൽപ്പിച്ച എന്തിനാണെന്നറിയോ? നിന്റെ വളർച്ചയ്ക്ക് മുകളിൽ കരിമുള്ളുകൊണ്ട് പന്തൽ കെട്ടിയിരിക്കുക. അതിൽ ഒന്നാമത്തെ വെളിപ്പാടാ ചിന്താമണ്ഡലം, 2 ധനത്തിൻ്റെ മേഖല, 3 സംസാര ഭോഗം. ഈ 3 മേഖലയെ ഞെരിക്കുന്ന മുള്ള്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിന്നെ ശൂന്യനാക്കിയ ഒരു സ്പിരിറ്റ് നിന്റെ പുറകെ നിപ്പുണ്ട്. ഇടത്തെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇടത്തെ കൈ പൊക്കി പിടിച്ചോ, ഉയർത്തിപ്പിടിച്ചു, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചു. ജീസസ്, നിന്റെ ആ കയ്യേൽ കർത്താവ് പിടിച്ചുകൊണ്ടിരിക്കുക. ആ കൈ തകർന്നു പോകേണ്ട കൈയായിരുന്നു. ജീസസ്, ഇന്ന് ആ കൈ ഉയർത്തി പിടിക്കുന്നത് തന്നെ നിന്റെ ജീവിതത്തിൻ്റെ മഹാഭാഗ്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ 2 മിനിറ്റ് നീ കൈ ഉയർത്തി പ്രാർത്ഥിച്ചോ. എനിക്ക് ദൈവാത്മാവ് ബോധ്യം തരികയാ, ഇതിനകത്തിരിക്കുന്ന ചിലരെ ദൈവാത്മാവ് തൊടുകയാ. ഇന്ന് നിന്റെ ചിന്താമണ്ഡലത്തിൽ വലിയ വിടുതലുകൾ. അച്ഛാ, ഒരു വഴി നിങ്ങൾക്ക് ഉടനെ തുറന്നു വരും. 3 മാസവും 22 ദിവസവും തികയുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു വഴി തുറന്നു വരും. അത് നിങ്ങളുടെ കഷ്ടകാലം മാറ്റുന്ന വഴിയാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. നീ നിന്റെ വീട്ടിൽ ഒരാളെ ദൈവം തൊടാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അയാളെയും ദൈവം തൊടാൻ പോവുക. നിന്റെ വീടൊരു ബഥേലാക്കി ദൈവം പുതുക്കി പണിയുന്ന കാഴ്ച. ഇനി ഇരുന്നാട്ട് ദൂതിലോട്ട് വരിക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ആത്മാവിൽ ഒരു നിയോഗം കൂടെ പറയാം. ഇന്ന് ചില വിടുതലുകൾ നടക്കും. എനിക്ക് ദൈവാത്മാവ് ചിലരുടെ ബുദ്ധിമണ്ഡലത്തിൽ വിടുതൽ നടക്കും. ശത്രു കരിമുള്ളുകൊണ്ട് കെട്ടിയ പന്തല് ദൈവം ഇന്ന് പൊളിക്കാൻ പോവുക. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ ആ വാക്യത്തിലോട്ട് തിരിച്ചു വരാം. ഇപ്പോൾ ഒരു ദൂതിലോട്ട് വന്നിട്ട് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുകയാണ്, സ്തോത്രം, മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയിട്ട് ചിന്തകളാലും ധനത്താലും ലൂക്കോസ് 8:14 ലൂക്കോസ് 8:14 ചിന്തകളാലും ധനത്താലും സംസാര ഭോഗങ്ങളാലും. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും. എന്തുവാ ചിന്ത? ഈ ദൈവമക്കളോടൊരു കാര്യം പറയാം, വിടുതൽ കിട്ടുന്നൊരു കാര്യം പറയാം. ഇതുവരെ കിട്ടാത്ത ഒരു മർമ്മമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. മോശയോട് ദൈവം പറയുക, ഞാൻ നിന്നോട് കൽപ്പിച്ച വചനം എന്ത് ചെയ്യണം? നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ഹൃദയത്തിൽ ഇരുന്നാൽ പോരാ, ആ വചനം നിന്റെ മക്കൾക്ക് എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. ഹൃദയത്തിൽ ഇരുന്നാൽ പോരാ, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കേ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ നമ്മുടെ പിള്ളേർക്ക് വചനം പറഞ്ഞു കൊടുക്കണം. നമ്മൾ വചനം പഠിക്കണ്ടേ? വേണ്ടല്ലോ, വേണ്ടായോ? സൺഡേ സ്കൂളിലെ പഠിപ്പിക്കുന്ന സാറുമാർക്ക് സൺഡേ സ്കൂൾ പുസ്തകം വീട്ടിൽ കൊടുത്തു വിടുന്നത് എന്തിനാ? എക്സാം സമയത്ത് കുട്ടികൾ പറയും, ഇന്ന് തലവേദന ഞാൻ പോകുന്നില്ല. കാര്യം എന്ത് ചെയ്തില്ല? പഠിച്ചില്ല. സാറുമാർ തിരക്കായിട്ട് പഠിച്ചില്ലെങ്കിൽ അവരും പറയും തലവേദനയാണ്, ഇന്ന് സൺഡേ സ്കൂളിൽ വരത്തില്ലെന്ന്. അതെന്നാ കാര്യം? പഠിക്കാതെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ഹൃദയത്തിൽ വചനം ഇരുന്നാലേ നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കേ. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഇവിടെ ഇച്ചിരി കുഴയമേ. ഞാൻ ചോദിക്കാം, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളല്ലേ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നേ? ആണോ? ഇപ്പൊ ഞാനും സാമും കൂടെ ഒരു കാര്യം സംസാരിക്കുക. ആ സംസാരിച്ച് ഞങ്ങൾ വൈകിട്ട് 7 മണിക്കിരുന്ന് സംസാരിച്ച് 11 വരെ സംസാരിച്ചാൽ ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ ഈ സംസാരിച്ച കാര്യമാണ് ചിന്ത വരുന്നത്. ആണോ? കറക്റ്റാണോ? ആണോ? അയ്യോ, തെറ്റാണോ? സംസാരിക്കുന്ന കാര്യ. ചിന്താമണ്ഡലത്തിൽ വിടുതൽ കിട്ടണമെങ്കിൽ സംസാരത്തിന്റെ ലെവല് മാറ്റണം.
ഒരാമീൻ പറഞ്ഞാട്ട്. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എപ്പോഴൊക്കെയാ നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോൾ കിടക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. വചനത്തെ കുറിച്ച് സംസാരിക്കണം. കാരണം ഉദ്ദേശിക്കുന്നത് എന്താ? അങ്ങനെ സംസാരിച്ചാൽ നിന്റെ ചിന്താമണ്ഡലം അങ്ങനെയാവും. ഒരാമീൻ വരുന്നില്ല. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ദൂത് തരുക. സാത്താന്റെ തന്ത്രങ്ങൾ ഇന്ന് പൊളിഞ്ഞു വീണേ പറ്റൂ. ചിന്താമണ്ഡലത്തിൽ വല്ലാതെ നിന്നെ അസ്വസ്ഥനാക്കി, നിന്റെ കഴിവുകളെ ബന്ധിച്ച്, നിന്റെ ഉയർച്ചകളെ ബന്ധിക്കുന്ന ആ കറുത്ത കരിമുള്ള് ഇന്ന് ഒരു വിടുതൽ ഏറ്റെടുത്ത് ഇന്ന് ഇവിടുന്ന് പോകാവൂ യേശുവിന്റെ നാമത്തില്. ദുർചിന്തകളുമായി കണക്ട് ചെയ്യുന്ന ചില മേഖലകൾ ഇന്ന് പൊട്ടാൻ പോവുക. തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യ. നിന്റെ ചിന്താമണ്ഡലത്തിൽ ഒരു വലിയ ശുദ്ധീകരണം ഇന്നത്തെ ആരാധന നടക്കും. നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും കുറിച്ച് പറയണം. വചനത്തെ കുറിച്ച് പറയണം. സ്തോത്രം. ഈയിടെ ഞങ്ങൾ ആലപ്പുഴ പോയപ്പോൾ ആലപ്പുഴ ബീച്ചിൽ അരമണിക്കൂർ പോയി. ആലപ്പുഴ എപ്പോഴാന്നോ അത് പിന്നെ പറയാം. അരമണിക്കൂർ പോയി. അന്നേരം ബീച്ചിലെ ആളിനെ അല്ല നമ്മൾ കണ്ടേ. ദൈവമേ, ഇതുപോലൊരു കടലല്ലയോ മോശ എന്ന ദൈവപുരുഷൻ രണ്ടായി വിഭജിച്ചത്. നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് വചനം അകത്ത് കടന്നാലേ ഈ ചിന്ത വരൂ. സ്തോത്രം. നിന്നെ വചനം കുടിപ്പിക്കണം, വചനത്തിൽ കുളിപ്പിക്കണം, വചനത്തിൽ നീന്തിക്കണം. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്യ. എല്ലാ ഗൂഢാലോചനയും ഇന്ന് പൊട്ടാൻ പോവുക. നിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വിരോധമായി നീ തലവെക്കാതിരിക്കുവാൻ ശത്രു നിന്റെ മേൽ കെട്ടിയ ആ വിരി കണ്ടോ, നീ ഉയർന്നേ പറ്റൂ. അന്യഭാഷ പറയുന്ന നീ പ്രവചിച്ചേ പറ്റൂ. പ്രവചിക്കുന്ന നീ വെളിപ്പാട് കണ്ടേ പറ്റൂ. ഇന്നലെ രാത്രി യേശു എന്നോട് പറഞ്ഞു, ജനത്തോട് പറ, ഭയങ്കര സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകാൻ പോവാ. നീ ജനത്തോട് പറ, ഇതിനകത്ത് പ്രവചിക്കുന്നവർ എഴുന്നേക്കാൻ പോവാ, വെളിപ്പാട് കൈമാറുന്നവർ എഴുന്നേക്കാൻ പോവാ. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ഉറപ്പ് തരുന്നു. ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്നെ വളർത്തത്തില്ലെന്ന് പറഞ്ഞ, ഉയർത്തത്തില്ലെന്ന് പറഞ്ഞതിന് എൻ്റെ ദൈവം മുറിച്ചു മാറ്റണം. യെസ്, ചിന്താമണ്ഡലം ഫ്രീ ആകട്ടെ, ഉയരവുമായിട്ട് കണക്ട് ആകട്ടെ. യെസ് യെസ്, അവിടെ ബന്ധനം കിടക്കുന്നേ. സ്തോത്രം സ്തോത്രം. നിങ്ങൾക്കറിയോ, നമ്മളൊരാടെ വീട്ടിൽ ചെന്നാൽ, ഒരാളുമായിട്ട് വർത്താനം പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറയുക, ദൈവമക്കളോട് പറയുക, വിശ്വസിക്കുന്നവരോട് പറയുക, ഞാനിപ്പം സാമിൻ്റെ വീട്ടിൽ ചെന്നു. സാമിൻ്റെ ഇപ്പം പെട്ടെന്ന് ഫീൽ ചെയ്താലോ. ഞാനിപ്പം സ്തോത്രം ലാലുവിൻ്റെ വീട്ടിൽ ചെന്നു. ലാലു ആകുമ്പോൾ ഇത് കേട്ട് മടുത്ത് കേൾക്കാം. ഞാനിങ്ങനെ എപ്പോഴും ലാലുവിനെ ഉദാഹരണം എടുക്കും. ലാലുവിൻ്റെ വീട്ടിൽ ചെന്നു. ലാലു നിമ്മിയും കൂടെ എന്തൊക്കെയോ കാര്യത്തിൽ നിരാശപ്പെട്ടിരിക്കുക. ഞാനൂടെ ചെന്ന നിരാശ പങ്കുചേർന്ന്, എൻ്റെ ലാലു ബ്രദറെ, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ തെറ്റടിച്ചു പോരാനല്ല എന്നെ വിട്ടെ. ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ലാലു ബ്രദർ പറഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്തോ ഉണ്ട്? ഓ, എന്താ പറയാനാ പാസ്റ്ററെ, എൻ്റെ ലാലു, ദൈവം നിനക്ക് ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ശ്രേഷ്ഠമാണെന്ന് പറയാനാ ഞാൻ വന്നേ. കണ്ടോ, ലാലു വീട്ടിൽ സൃഷ്ടിച്ച അന്തരീക്ഷത്തെ മറിക്കുന്ന അന്തരീക്ഷം നിന്റെ നാവ് കൊണ്ട് നീ ഉണ്ടാക്കണം. ഒരാമീൻ വരുന്നില്ല. ഒരാമീൻ. എന്നോട് ദൈവാത്മാവ് പറയുക, ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് നിന്റെ നാവ് സമർത്ഥകനായ ലേഖകന്റെ യേശുവിന്റെ നാമത്തിൽ മനസ്സുകൊണ്ടൊന്ന് തയ്യാറായിക്ക്. എന്തോ വലിയ കാര്യം നിന്റെ വീട്ടിൽ നടക്കാൻ പോവുക. എന്തോ ഭയങ്കര കാര്യം നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോവുക.
ഞാനൊരു വെളിപ്പാട് പറയാം. ഇനി ആ ദൂതിലോട്ട് വരുക. ചിലരുടെ ചിന്താമണ്ഡലത്തോട് പിശാചി ഭയങ്കരമായിട്ട് പോരാടുന്നുണ്ട്. സ്തോത്രം. ഒന്നുകൂടെ പറയാം. ജീസസ്. രോഗത്തെക്കുറിച്ചുള്ള ചിന്ത, കടബാധ്യതയെക്കുറിച്ചുള്ള ചിന്ത, ഭാവിയെക്കുറിച്ചുള്ള ചിന്ത നിന്റെ ആത്മിക ജീവിതത്തെ തകർത്തിട്ടിരിക്കുക. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇന്ന് നിന്റെ ചിന്തകളിൽ നീ അറിയാതെ അറ്റാക്ക് ചെയ്യുന്ന ആ സ്പിരിറ്റിനെ പിടിച്ചു കെട്ടുന്നൊരു ദൈവസ്ഥാനം. എന്നോട് ദൈവം പറഞ്ഞു, സാറ്റർഡേ നിന്റെ ചിന്തയെ അറ്റാക്ക് ചെയ്യുന്ന, നീ തോക്കുമെന്ന് പറയിക്കുന്ന, നീ പരാജയപ്പെടുമെന്ന് പറയിക്കുന്ന, നീ രോഗിയാകുമെന്ന് പറയിക്കുന്ന ആ ചിന്തയിലുള്ള അറ്റാക്ക് ഇന്ന് ബ്രേക്ക് ആകണം. തുറന്ന മനസ്സോട് ഞാൻ ചോദിക്കുക, എൻ്റെ ചിന്താമണ്ഡലത്തോട് ദൈവദാസൻ പറഞ്ഞ ആ ഒരു പോരാട്ടം ഉണ്ടെന്ന് അല്പം തിരിച്ചറിവുള്ളവരുണ്ടേ ഒന്ന് കൈ ഉയർത്തിയേര്. ജീസസ്. ഇതിനകത്തിരിക്കുന്ന 90% ആൾക്കാർ കൈ ഉയർത്തിയിട്ടുണ്ട്. ഞാൻ ഈ ദൂതിലോട്ടൊന്ന് കടക്കാൻ പോവാ. എന്നോട് നീ ഇന്നൊന്ന് ഫ്രീ ആകണം, 100% ഫ്രീ ആകണം. നിന്റെ അകത്തുനിന്ന് 100 മേനയുടെ റിസൾട്ട് പുറത്തെടുക്കാനാ ദൈവത്തിൻ്റെ പ്ലാൻ. ഞാൻ ചോദിക്കാം, ഭയങ്കര മാനസിക സമ്മർദ്ദം ഉള്ളവരെന്ന് കൈപൊക്കിക്കേ. ഭയങ്കര ആർക്കും അറിയാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോട്ടെ. എനിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടെന്ന് ഒരിക്കലും സാമിന് അറിയത്തില്ല. കാരണം എൻ്റെ ഡ്രസ് കോഡ്, എൻ്റെ ചിരിയൊക്കെ വ്യത്യസ്തമാണ്. പക്ഷെ എൻ്റെ അകത്ത് ഞാൻ ഭയങ്കര മാനസിക സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നോട് ദൈവം ഒരു ദൂത് പറയുന്നു, ചില സാത്താന്റെ തള്ളിക്കയറ്റങ്ങളെ ഇന്ന് ഞാൻ തടയിടും. ചില പൈശാചിക തള്ളിക്കയറ്റങ്ങളെ ഹോളി സ്പിരിറ്റ് ഇന്നെന്റെ ദൈവം തടയിടുക യേശുവിന്റെ നാമത്തില്. നിന്റെ വീട്ടിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് നിന്റെ എതിരാളി അല്ല, യേശുവാണ്. മോളെ, ഒരു വെള്ള ഷാള് നിന്നെ കൊണ്ടൊന്ന് പുതപ്പിക്കുക. കാരണം നീ ഒത്തിരി മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോവുകയാണ്. അത് നിന്റെ ഭാവിയെ തകർത്തോണ്ടിരിക്കുക. മോളിപ്പോൾ എന്തോ ചെയ്യുക? ഞാൻ LLM കഴിഞ്ഞ, നിയമത്തിൽ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ ആളാണ്. പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ആലപ്പുഴയിൽ. ഇപ്പം എനിക്ക് 9 മാസം ഒരു വാവയുണ്ട്. പിന്നെ പ്രഗ്നൻസി ഇച്ചിരി പ്രശ്നമായിരുന്നു, ബ്ലീഡിങ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ആ സമയത്ത് കുറച്ച് മെഡിക്കൽ എക്സ്പെൻസ് വിചാരിച്ചതിലും കൂടുതലായി. അപ്പോൾ അതിൻ്റെ കുറച്ച് കടവും, അത് കാരണം വാവയും കൂടെ ഉള്ളതുകൊണ്ട് വാവ പ്രിമച്വർ ആയിരുന്നു. 33ാമത്തെ ആഴ്ചയാണ് പ്രസവം നടന്നതിൻ്റെ. കർത്താവ് 1 മണിക്കൂർ കൊണ്ട് തന്നെ പ്രസവം നടത്തി തന്നു. വേദന ഇല്ലാതെ എനിക്ക് പ്രസവിക്കാനുള്ള അത്ഭുതം ഉണ്ടായി. പക്ഷേ രക്തസ്രാവം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ചികിത്സ ചെലവൊക്കെ ആയി. ഇപ്പൊ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഞാനൊരു കാര്യം പറയാം, നിനക്കൊരു അംഗീകാരം ദൈവം തരാൻ പോവാ. അന്ന് തൊട്ട് നിന്റെ മാനസിക നിലയ്ക്ക് കാര്യമായൊരു പ്രശ്നം ബാധിച്ചിട്ടുണ്ട്. നിന്റെ മനസ്സ് സ്വസ്ഥമല്ല, സമാധാനമല്ല. ഇനി മുന്നോട്ട് എങ്ങനെ പോകാൻ പറ്റും എന്ന് പോലും അറിയാത്തൊരു സ്റ്റേജിലാണ് നീ. ഇന്ന് ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ നിരാശയെ ദൈവം പൊട്ടിക്കുക. എന്നോട് ദൈവം പറഞ്ഞു, ചിലരെ മാനസിക രോഗിയാക്കുന്ന സ്പിരിറ്റ് ഇന്ന് നിന്നെ വിട്ട ഓടാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ. നീ അറിയാതെ ശത്രു വിരിച്ച ആ പന്തല് ഇന്ന് ദൈവം പൊട്ടിക്കാൻ പോവുക. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് 1-2 മിനിറ്റുകൾ ആ മാനസിക സമ്മർദ്ദമുള്ളവര് ദൈവത്തെ ഒന്ന് ആരാധിച്ചു തുടങ്ങിക്കേ. ചിലരുടെ ദേഹത്ത് നിന്ന് ഭൂതശക്തികൾ ആവാഹിച്ചു വിട്ട ദുർഭൂതം നിന്റെ മാനസിക തല തകരാൻ ഒരു ശുശ്രൂഷ നടക്കുക. പുറകിൽ താടി വെച്ച ബ്രദർ എഴുന്നേറ്റ് നിന്നു.
ഏറ്റവും പുറകിൽ താടി വെച്ച ബ്രദർ എഴുന്നേറ്റ് നിന്നോ. നിന്റെ അടുക്കൽ യേശു വന്നു നിൽക്കുന്നു. നിനക്കൊരു വഴി ദൈവം ഒരുക്കാൻ പോവാ, വ്യത്യസ്തമായ വഴി. ഓ ഗ്ലോറി ടു ഗോഡ്. കാട്ടിൽ തീ പടർന്നു കയറുന്ന പോലെ നിന്റെ ജീവിതത്തിന്റെ പരാജയങ്ങൾ വഴിമാറിയിട്ട് നിന്റെ ലൈഫിൽ ഒരു നടന്നുകയറ്റം ദൈവം തരിക. അതവിടെ നടന്നോട്ടെ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ മാനസിക തലത്തെ ബാധിച്ച, എന്നോട് ദൈവം പറയുന്നുണ്ട് കാര്യം. ചിലരെ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെള്ളത്തിൽ കിടക്കേണ്ട മീനെ പിടിച്ച് കരക്കെട്ടാൽ ആ മീൻ എന്ത് ചെയ്യും? പറ. ഇങ്ങനെ പിടയ്ക്കും. അതുപോലെ ചിലരുടെ മനസ്സ് ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിൽ കിടന്ന് പിടയ്ക്കുക. അങ്ങനെ അനുഭവമുള്ളവരൊന്ന് കൈപൊക്കിക്കേ. അങ്ങനെ പൊക്കി പിടിച്ചോ ജീസസ്. ഇന്ന് നിങ്ങളുടെ ആ മാനസിക നിലയ്ക്കകത്ത് ഒരു വിടുതൽ ഇറങ്ങാൻ പോവാ. കൈ താത്തിട്ടോ. ഞാൻ ഇന്ന് എഴുന്നേൽപ്പിക്കുന്നു. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഇന്ന് നിന്നെ 100% ഫ്രീ ആക്കിയേ പരിശുദ്ധാത്മാവ് തിരിച്ചുവിടത്തുള്ളൂ. ഇത് നിന്റെ ദിവസമാ. പന്തല് പോലെ ശത്രു വിരിച്ച സ്തുതിക്കണേ, സ്തുതിച്ചോ. അവിടെ വിടുതൽ നടക്കുന്നു. അവിടെ യെസ്, അവിടെ ദുഷ്ടശക്തികൾ വിട്ടുപോകുന്നു. യെസ്, അവിടെ ദുഷ്ടശക്തികൾ യെസ്. എന്നോട് ദൈവം പറഞ്ഞു, ദൈവദൂതന്മാർ ഇവിടെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും നിന്റെ മൈൻഡിനെ അറ്റാക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇനിയും നിന്റെ ചിന്താമണ്ഡലത്തെ തകർക്കാൻ പറ്റത്തില്ല. ഇനിയും നിന്റെ വിശ്വാസത്തെ തകർക്കാൻ പറ്റത്തില്ല. ഇനിയും നിന്റെ അഭിഷേകത്തെ തകർക്കാൻ പറ്റത്തില്ല. ഞാനൊരു ദൂത് പറയാം. നിന്റെ വീട് പരിശുദ്ധാത്മ നിയന്ത്രണത്തിലാകാൻ പോവാ. നിന്റെ സന്തതി, ഞാൻ ചിലർക്ക് വേണ്ടി പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നോട് ദൈവം പറഞ്ഞു, രണ്ടാമത്തെ പകല് തൊട്ട് വിടുതല. നിന്റെ കുഞ്ഞിനെ അലട്ടിയ രോഗം ഇനി അവിടെ ഇല്ല. യെസ്, ആ മാനസിക സമ്മർദ്ദം വിരൂപിയാക്കുന്ന സ്പിരിറ്റ്. യെസ്, ഇളകട്ടെ. ഒരു ഭൂതം കൂടി ഇപ്പോൾ ഇളകാൻ പോകുന്നു. ഒരാളുടെ ദേഹത്തുനിന്ന് ഭൂതശക്തി യെസ്, അത് അഴിഞ്ഞു പോയാലേ. പക്ഷേ ഈ നടുക്കൂടെ അങ്ങോട്ടൊന്ന് പോയിക്കേ. അതുകൊണ്ട് അവിടെ ഇളകുന്നു. ഇളക്കി വിടാതിനെ, ഇളക്കി വിടാതിനെ. യെസ്, ഇളക്കി വിടാ. അവിടെ വായുന്ന് വെളിയിലോട്ട് വരുന്നത് സർപ്പവാ. തല കൈവെക്ക. ഇളക്കി വിടാ, ഇളക്കി വിടാ, ഇളക്കി വിടാ. ശുശ്രൂഷ നടക്കുക, ശുശ്രൂഷ നടക്കുക, ശുശ്രൂഷ നടക്കുക, അഭിഷേകം നടക്കുക. Are you Lord God Almighty? Holy, holy. Are you Lord God Almighty? Worthy is the Lamb, worthy is the Lamb. അടുത്ത ആരാധന അതെല്ലാം ശരിയാവും. ഞാൻ ദൂതിലോട്ട് വരുവാ. 5 മിനിറ്റൂടെ പ്രസംഗിച്ചിട്ട് പ്രാർത്ഥിക്കും. ഇതെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം രാത്രിയിൽ എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, ആറ്റരികെട്ട് നട്ട വൃക്ഷത്തെ വെളിപ്പെടുത്തി കാണിക്കണോ. ഏതാണ് 6? അതിന്റെ കരയെ നിൽക്കുന്ന വൃക്ഷത്തെ വാട്ടം തൊടാത്ത വൃക്ഷം. അത് രാത്രി ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ട് വരും. ആ വൃക്ഷം ഏതാ? അത് നീയാ. Glory to God. ഇതിനകത്ത് വലിയ നിയോഗങ്ങൾ നടക്കാൻ പോവാ. എന്നോട് ദൈവം പറയാം, നിന്നെ പറ്റിപ്പിടിച്ച പലതും ഇന്ന് നിന്നെ വിട്ട് ഓടും. നീ വീട്ടിൽ ചെല്ലുമ്പോൾ നിനക്ക് ശുശ്രൂഷ ഉണ്ടെന്ന് അറിയുന്ന അടയാളം. ഇന്ന് വലിയ കൃപാവര പകർച്ച ഇവിടെ നടക്കും. നിനക്ക് ശുശ്രൂഷ ലഭിച്ചു എന്ന്
എനിക്കറിയാം കൊതിയുള്ള ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ശുശ്രൂഷ ചെയ്യാൻ കൊതിയുള്ളവര്, വെളിപ്പാട് കാണാൻ കൊതിയുള്ളവർ, കൃപാവരം പ്രാപിക്കാൻ. ഞാൻ ശ്രദ്ധിച്ചിരുന്നേ. അപ്പം വിത്തിനെ ഞെരുക്കിക്കളഞ്ഞ മുള്ള, ഒന്ന് ചിന്ത, രണ്ട് ധനപരമായ ഇടപാട്. എന്നോട് ദൈവം പറയുക, ചിലരെ ധനത്തിൽ ബന്ധിച്ചിട്ടേക്കുക. ഇന്ന് ധനത്തിന്മേൽ വീണ ബന്ധനം ഇന്നിവിടെ ശുശ്രൂഷയിൽ പൊട്ടും. ഓ, നിന്റെ വീട് ജപ്തിക്കിട്ടേക്കുക. പക്ഷെ ഈ ദിവസം തന്നെ ആ ധനത്തിന്റെ കെട്ട് പൊട്ടും. മൂന്നാമത്തെ കാര്യം എഴുതിയിരിക്കുക, സംസാര ഭോഗങ്ങളാൽ. എന്തുവാ? അടുത്തിരിക്കുന്നവർക്ക് ഒന്ന് കൈ കൊടുത്ത് പറ, സംസാരത്തിൽ ഇച്ചിരി ബെല്ലും ബ്രേക്കും ഒക്കെ വേണമെന്ന് പറ. നാട്ടുകാരെ മുഴുവൻ കുറ്റവും കണ്ടുപിടിച്ച് സംസാരിച്ചുകൊണ്ട് നടന്നേച്ച് യോഗത്തിന് വന്ന 3 ഗ്ലോറി. എന്നിട്ട് തീ ഇറങ്ങാനാ പറയുന്നത്. എന്തോ ഇറങ്ങാനാ? മിണ്ടുന്നില്ല. അപ്പൊ ഈ 3 മേഖലയാണ് നിന്നെ ഞെരുക്കുന്ന മുള്ള. സദൃശവാക്യത്തിൽ ഒരു വാക്യം കൂടെ വായിച്ചേക്കാം. 24-ാം അധ്യായം 30-ാമത്തെ വചനം. സ്തോത്രം. എന്നോട് ദൂത് പറയുക, ഈ മുള്ളിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നേ, മുള്ളി ശാപത്തിന്റെ സന്തതിയാ. ഒരു ദൂതൂടെ പറയാം, ചില കുടുംബ പാരമ്പര്യത്തിനകത്ത് കിടക്കുന്ന ശാപങ്ങൾ വരെ ഇന്നെൻ്റെ ദൈവം മുറിച്ചു മാറ്റും. നിനക്കൊന്ന് വിടുതൽ കിട്ടുമെന്ന ദൂത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ദൈവത്തിന് സ്തോത്രം. സദൃശ്യവാക്യം 24-ാം അധ്യായം 30-ാം വാക്യം. ഞാൻ മടിയന്റെ കണ്ടത്തിനരികെയും ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന് സമീപയും കൂടെ പോയി. ഞാൻ മടിയന്റെ കണ്ടത്തിനരികിൽ കൂടെ ബുദ്ധിഹീനന്റെ മുന്തിരിത്തോട്ടത്തിന്റെ സമീപം കൂടെ ഞാൻ പോയി. അവിടെ മുള്ള പടർന്നു പിടിച്ചിരിക്കുന്നു. അവന്റെ തോട്ടത്തിൽ മുഴുവൻ മുള്ളു പടർന്ന് കിടക്കുക. തുവ നിറഞ്ഞ നിലം മൂടിയിരിക്കുന്നു. തുവ നിറഞ്ഞ് മതി, അത്രയും വായിച്ചാൽ മതി. നിലം മൂടിയേക്കുക. ഞാൻ മടിയന്റെയും ബുദ്ധിഹീനന്റെയും കണ്ടത്തിന്റെ അടുക്ക കൂടെ പോയി. ഞാൻ കണ്ട കാഴ്ച, നെല്ല് വിളയേണ്ട കണ്ടത്തിൽ മുള്ളു മൂടിക്കിടക്കുക. മുന്തിരി കായ്ക്കേണ്ട സ്ഥലത്ത് തൂവ വള്ളി പിടിച്ച് കിടക്കുക. ദൈവാത്മാവ് പറയുക, ഇന്ന് പകല അന്തരീക്ഷം പൊട്ടണം. നീ കാണാൻ പോവാ ഏദൻ തോട്ടം പോലെ നിന്റെ ദേശത്ത് കൃഷി നടക്കാൻ പോവാ. സ്തോത്രം, സ്തോത്രം. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. മത്തായി സുവിശേഷം 13-ാം അധ്യായം 26-ാമത്തെ വാക്യം. സ്തോത്രം. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. കളയും കാണായി വന്നു. ഇവിടെ ഒരു വയലിനെ കുറിച്ചുള്ള ചിത്രം. ആ വയലില് നല്ല വിത്ത് വിതച്ചേച്ച് ഭൃത്യന്മാര് പോയി കിടന്നുറങ്ങി. രാത്രി ശത്രു വന്ന് ആ വിത്തിനടയ്ക്ക് കള വിതച്ചേച്ച് പോയി. വളർന്നപ്പം എല്ലാരും കൂടെ ഒന്നിച്ചു വളർന്നു. വിത്തിന് കൊടുത്ത വളം ഇപ്പൊ കള വലിച്ചെടുത്തു. വിത്ത് വളരുന്നതിനൊത്ത് എന്തും വളരുക തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്നാൽ കതിര് വന്നപ്പം കള തിരിച്ചറിഞ്ഞു. ഉടനെ അവർ യജമാനോട്, യജമാനെ പറിച്ചേക്കട്ടെ. യജമാനെ പറിക്കരുത്. ഇപ്പൊ പറിച്ചാൽ നല്ല വിത്തിനോട് എന്ത് ചെയ്യും? കേടുവരും. അത് നിങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിനകത്തെ ചിലർക്ക് കേടുവരും. അതുകൊണ്ട് കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തിന് മുമ്പ് ഞാൻ കൽപ്പിക്കും കള പറിച്ചു കൂട്ടാൻ. എന്നോട് ദൈവം പറയുക, നീ സ്തോത്രം, ചിലതിനെയൊക്കെ ദൈവം ഈ ദിവസങ്ങളിൽ പറിക്കും.
പറിച്ചു കൂട്ടും. ഓ, നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിന്റെ ഓജസ്സിനെയും തേജസ്സിനെയും വലിച്ചു കുടിച്ചു വളർന്ന സ്തോത്രം, 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 സ്തോത്രം. ഒരിക്കലും ഒരു അച്ഛൻ്റെ ദേഹത്ത് പൂത ഇളകി വീണപ്പം, സ്തോത്രം, എന്നോട് ദൈവം പറഞ്ഞ് ഭൂതം 16 കൊല്ലമായി പുള്ളിയുടെ ദേഹത്ത് കയറിയിട്ട്. എത്ര കൊല്ല? ഭൂതമൊക്കെ വിട്ടുപോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുക ഹോട്ടലിൽ പോയി. അപ്പം ഞാൻ അച്ഛൻ ഓപ്പോസിറ്റ് ഇരിക്കുക. അപ്പം അച്ഛൻ ചോദിക്കുക, പാസ്റ്ററേ എനിക്ക് 16 വർഷമായിട്ട് ഈ അസ്വസ്ഥത ഉണ്ട്. ഞാൻ പറഞ്ഞു ആ ഉണ്ടല്ലോ. അപ്പം പാസ്റ്ററേ ഞാൻ ജർമ്മനി പോയപ്പോഴും ഭൂതം കൂടെ വന്നു. ടിക്കറ്റ് ഇല്ലാതെ, വിസ ഇല്ലാതെ. നിങ്ങളാരും മിണ്ടുന്നില്ല. അപ്പൊ പക്ഷേ അമേരിക്ക കോൺഫറൻസ് അവിടെ ഉണ്ടായിരുന്നു. നിങ്ങളാരും മിണ്ടാത്ത തന്നെ. 6000 എണ്ണ ഒരുത്തന്റെ ദേഹത്ത് മുള്ളു കൊരുക്കുന്ന പോലെ കയറി അങ്ങ് കൊരുത്തു. തമ്പുരാനോട് കയറി അറത്തങ്ങ് മാറ്റി അവനെ. വെളിച്ചം വീശത്തില്ലെന്ന് പറഞ്ഞിടത്തൊക്കെ ഈ ദിവസങ്ങളിൽ വെളിച്ചം വീശും. മനസ്സിലാക്കുന്നവർ സ്തോത്രം ചെയ്യ. നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന സമയത്ത് ആദ്യമൊക്കെ യോവും വെക്കും ഏത് പ്രവാചകം എന്ന് പറഞ്ഞാലും പറയും പാസ്റ്റർ ഇവിടെ രക്ഷപ്പെടത്തില്ലെന്ന്. പക്ഷെ ആ വീട്ടിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടു വന്നേ. എന്നാ കാര്യം? ആരാധനയുടെ നടുവിൽ നിന്നെ വരിഞ്ഞു മുറുക്കിയ സകല മുൾപടർപ്പുകളെയും ചിന്താമണ്ഡലത്തെ തകർത്ത ചിലതിനെ തമ്പുരാൻ അറുത്തുമാറ്റി. ഇന്നൊരു ഭയങ്കര ഇന്നർ ഹീലിംഗ് നടക്കാൻ പോവാ. നിന്റെ മൈൻഡിനെ അറ്റാക്ക് ചെയ്യുന്ന ചിലരെ മാനസിക രോഗിയാകത്തക്ക രീതിയിൽ. നിങ്ങൾക്കറിയാമോ, ഉറക്ക ഗുളിക കഴിച്ചുറങ്ങുന്നവരുണ്ട്. കൈ പൊക്കിക്കേ, പൊക്കിപ്പിടി. 1 2 പൊക്കിപ്പിടി. മടിച്ചാൽ ഞാൻ അവിടെ വന്ന് പൊക്കും. 3 4. അത് വലിയ കുഴപ്പമൊന്നുമല്ല. ഇങ്ങോട്ട് നോക്കി. ഞാനൊരു കാര്യം പറയാനാ. ഇനിയുണ്ട്, കൈ പൊക്കിക്കേ. 5 6 7. ഇത്രയല്ല, ഇങ്ങനെ. നിങ്ങൾ ശ്രദ്ധിക്കണം. നിന്നെ അടുത്ത തലത്തിൽ കൊണ്ടുപോകാനാ പ്ലാൻ. ലൈവിൽ കൂടെ കാണുന്നവരും ടൈപ്പ് ചെയ്യണം, എനിക്കതുണ്ട്. ഇന്ന് കെട്ട് പൊട്ടുമെന്ന് ദൈവം എന്നോട് ഇപ്പൊ സംസാരിച്ചോണ്ട. ജീസസ്, എനിക്കെന്തോ ദൈവം ബോധ്യം തരിക. നിന്റെ മനസ്സിനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ പോവുക.